മഴക്കാലം അങ്ങ് അടുത്തു തുടങ്ങിയിരുന്നു. വുഡ് പേക്കർ, മിങ്കു, ചിങ്കു, കിളി നദിയുടെ അടുത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മിങ്കു, നമ്മൾ കണ്ടിട്ട് എത്ര നാളായി? അതെ, എന്റെ അച്ഛനോട് പെണ്ണു ചോദിക്കാൻ എന്നാ വരുന്നത്? ഇല്ലേൽ അച്ഛൻ എന്റെ കല്യാണം വേറെ പക്ഷിയുടെ കൂടെ നടത്തും. സത്യം പറഞ്ഞ ഞാൻ ഇതന്നെ ചിന്തിച്ചിരുന്നത്. നീ പറഞ്ഞ പോലെ ഇന്ന് തന്നെ നിന്റെ അച്ഛനോട് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കണം. വൈകുന്നേരം ആയപ്പോൾ അച്ഛനും മോളും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അച്ഛൻ പിങ്കിയോട് പറഞ്ഞു, മോളെ, ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവാ. നീ വീടൊന്ന് നന്നായി നോക്കണേ. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അതിനെന്താ ഈ മുഖവിരൊക്കെ? അത് അച്ഛനിപ്പോ വേറെ എവിടെയും പോവണ്ട, ഒരാള് കാണാൻ വരുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അച്ഛൻ അവിടെ കാത്തുനിന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ മിങ്കു അവിടെ എത്തി. നമസ്തേ അച്ഛാ. നമസ്തേ അച്ഛാ. ഞാനും പിങ്കു ഇഷ്ടത്തില് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അതിന് അങ്ങയുടെ എല്ലാ അനുമതിയും വേണം. ഇത് കേട്ട് പിങ്കി മിണ്ടാതിരുന്നു. അത് കണ്ടപ്പോ അച്ഛന് മനസ്സിലായി സത്യമാണെന്ന്. ശരി. അല്ല, നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? പിന്നെ എത്ര വരുമാനം കിട്ടും? ഇത് കേട്ടപ്പോ മിങ്കു ആലോചിച്ചു. കാരണം അവനറിയില്ലായിരുന്നു ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. പറയൂ, എന്താ മിണ്ടാതിരിക്കുന്നത്? പറയാം. ഞാനിപ്പോ ഒരു ജോലിയും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കറുത്തകുന്നൽ താഴ്വരയിലുള്ള വനത്തിൽ അച്ഛൻ്റെ അമ്മയോടൊപ്പം താമസിക്കുകയാണ്. പിന്നെ എങ്ങനെ നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പറ്റും? ഇതിന് മറുപടി പറയേ. മിങ്കുവിന് ഒരു ജോലിയുമില്ലാന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവന്റെ മുണ്ടാട്ടം മുട്ടിപ്പോയി. ഒരു മരം കൊത്തിക്ക് മരത്തിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ, അല്ലാതെ ഒരു ജോലിയുമില്ല. അത് ചെയ്തു കഴിഞ്ഞാലും പണമൊന്നും സമ്പാദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത് സ്വപ്നം കാണുന്നത് നിർത്തിക്കോ. ഇത് കേട്ട് മിങ്കുവിനും പിങ്കുവിനും നല്ല വിഷമമായി. അവിടുന്ന് അവൻ പുറപ്പെട്ട് നദിയുടെ അടുത്തുള്ള മരത്തിന്റെ കൊമ്പിൽ പോയി ഇരുന്ന് കരയാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞത് സത്യമാണ്. എനിക്കൊരു ജോലിയുമില്ലല്ലോ. ദൈവം എന്നെ ഒരു മരം കൊത്തിയായി എന്തിനു സൃഷ്ടിച്ചു? അപ്പോഴേക്കും അവന്റെ അടുത്ത് ടീനു കിളി വന്നു. അവൾ കരയുകയായിരുന്നു. അല്ല പിങ്കു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഈ മഴക്കാലം തന്നെയല്ലേ നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നതും. ഞാൻ അത് കാരണം കരയുവാണ്. പറയൂ, എന്താ നിന്റെ പ്രശ്നം? എന്നെ പോലത്തെ കിളികളുടെ കൂടൊക്കെ തണുപ്പ് കാലത്തും ചൂടുകാലത്തും ഒക്കെ കുഴപ്പമില്ല. പക്ഷെ മഴക്കാലത്ത് അത് പൊട്ടിപ്പോവും. സ്വന്തം വീട് തകർന്നു പോകുമ്പോ ആരാ കരയാത്തത്? ആ, അത് വളരെ ശരിയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് കൂട് പണിയുന്നത്. അത് തകരാൻ ഒരു നിമിഷം പോലും വേണ്ട. ഞങ്ങളെ പോലത്തെ പക്ഷികൾക്കൊക്കെ മാർക്കറ്റില് എന്തെങ്കിലും തരം വീടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാവുമ്പോ മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും അതിനകത്തങ്ങ് ജീവിക്കായിരുന്നു. അപ്പോഴേക്കും അവിടെ തെങ്ങിൽ നിന്നൊരു തേങ്ങ താഴത്തോട്ട് വീണു. രണ്ടുപേരും അത് കാണുകയും ചെയ്തു. ഇത്രയും വലിയ തേങ്ങയോ? ഇത്രയും മേളിന്ന് വീണിട്ട് പൊട്ടിയില്ലല്ലോ അത്. എന്റെ വീടിനും ഇത്രയും കരുത്തുണ്ടായിരുന്നെങ്കിൽ. ഇത് കേട്ട് മിങ്കുന്റെ തലയിൽ ഒരു ഐഡിയ വന്നെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അവൻ ആ തേങ്ങയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് തേങ്ങയുടെ അവിടെ സ്വന്തം ചുണ്ടുകൊണ്ട് കൊത്താൻ തുടങ്ങി. അങ്ങനെ തേങ്ങയിൽ ഒരു തുള വീണു. അപ്പോഴേക്കും അതിൽ നിന്നും വെള്ളം വന്നു. ഒരു പക്ഷേ പിങ്കു പക്ഷിയുടെ വലിയ പ്രശ്നത്തിന് ഈ നാളികേരം കൊണ്ട് പരിഹാരം കാണാനായേക്കും. പിന്നെ എന്താ, മിങ്കു വുഡ് പേക്കർ അവന്റെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ തുടങ്ങി. തേങ്ങയുടെ അകത്ത് അവന്റെ ചുണ്ട് വച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവന്റെ ചുണ്ട് വെച്ച് കൊത്തി കൊത്തി അവിടെ ഒരു തുളയായി. പിങ്കു പക്ഷി, ഇങ്ങോട്ട് വരൂ. മിങ്കു ചേട്ടാ, ദാ വരണു. ഈ നാളികേരം കൊണ്ടുള്ള കൂടൊന്ന് നോക്ക്. ഇത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എന്ത്? തേങ്ങയുടെ വീടോ? ശരി, ഞാൻ നോക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ടീനുക്കിളി ആ തേങ്ങയുടെ വീടിന്റെ അകത്തേക്ക് പോയി. ആഹാ, ഇതിന്റെ അകം കാണാൻ വെള്ളയും നല്ല മൃദുവുമാണല്ലോ. ഇതിൽ കിടക്കാനും ഉറങ്ങാനും ഒക്കെ നല്ല സുഖമായിരിക്കും. അവള് പറയുന്നത് അവന് കേൾക്കാനും പറ്റി. അങ്ങനെ അവന് സന്തോഷമായി. ഇത് കൊള്ളാലോ. ഞാൻ പിങ്കുവിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഞാൻ ഇതുപോലെ ഒരുപാട് കൂടുണ്ടാക്കും. എന്നിട്ട് അത് വിറ്റ് നല്ല പൈസ ഉണ്ടാക്കും. മിങ്കു ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇത് മരത്തിൽ തൂക്കിയിട്ടാലേ ഞങ്ങൾക്കൊക്കെ താമസിക്കാൻ പറ്റുള്ളൂ. തറയിൽ കിടന്നു കഴിഞ്ഞാൽ അപകടമാണ്, അതറിയാലോ.
അതിനർത്ഥം ഈ വീട് മരത്തിന്റെ കൊമ്പിൽ തൂക്കാൻ ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെ കൂടെ ഒരു കഴുകൻ പോവുകയായിരുന്നു. എനിക്കെന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ ചെന്നു നിൽക്കാനുള്ള ധൈര്യമെങ്കിലും കിട്ടും. അവള് പറഞ്ഞിരിക്കുന്നത് ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ വരണ്ടെന്നാ. ഇത് കേട്ടോണ്ടിരുന്ന മിങ്കു അവനെ വിളിച്ചു അടുത്തേക്ക് വരാനും പറഞ്ഞു. കാലുപരന്തേ, എന്റെ കയ്യിൽ നിനക്ക് പറ്റിയ ജോലിയുണ്ട്. ഞാൻ ഈ നാളികേരം കൊണ്ട് പക്ഷികൾക്കുള്ള കൂടുണ്ടാക്കി കൊടുക്കുക. നിന്റെ ജോലി എന്തെന്നാൽ കൂട് തയ്യാറായി കഴിഞ്ഞാൽ ഈ കൂട് വാങ്ങിക്കുന്ന പക്ഷികൾ പറയുന്ന സ്ഥലത്ത് മരക്കൊമ്പിലേക്ക് ഇത് തൂക്കിയിടണം. ശരി, ഞാൻ തീർച്ചയായും ചെയ്യാം. പറയൂ, ഈ നാളികേരം ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? വരൂ എന്റെ പുറകെ, ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞ് ടീനു ആകാശത്തേക്ക് പറഞ്ഞു. കാലുകഴുകൻ ആ തേങ്ങനെ ഒരു കയറിൽ തൂക്കിയിട്ട് ടീനു കിളിയുടെ മരത്തിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അതവിടെ ഒരു കമ്പിൽ തൂക്കിയിട്ടു. ഈ ജോലി ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പൊ കാലുകഴുകൻ മിങ്കുവിന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. മിങ്കു അവന്റെ വാ കൊണ്ട് അതിനെ കൊത്തി തേങ്ങയുടെ വീടാക്കി മാറ്റി. അതിനെ മേടിക്കാനായിട്ട് ഉപഭോക്താക്കൾ വരുമ്പോ കാലുകഴുകൻ അതിനെ തൂക്കിയിടാൻ വേണ്ടി കയറിൽ അവരുടെ കൂടെ പോകും. എന്നിട്ട് അവര് പറയുന്ന കമ്പിൽ അത് തൂക്കിയിട്ട് തിരിച്ചു വരും. പതിയെ കാട്ടിൽ മുഴുവനും മിങ്കു കിളി ഉണ്ടാക്കിയ തേങ്ങ കൊണ്ടുള്ള വീടുകളായി. അങ്ങനെ മഴക്കാലം വന്നാലും എല്ലാ പക്ഷികളും സ്വന്തം വീട്ടിൽ സുഖമായി ജീവിക്കുന്നു. അങ്ങനെ ഇത് കാരണം മിങ്കുവിന് ഒരുപാട് വരുമാനമുണ്ടായി. മിങ്കു ധൈര്യപൂർവം വീണ്ടും പിങ്കിയുടെ അച്ഛന്റെ അടുത്തേക്ക് വന്നു. നമസ്തേ അച്ഛാ. നമസ്തേ. പറയൂ, എന്തിനാ വന്നത്? അപ്പോഴേക്കും അടുത്ത് താമസിക്കുന്ന ലാലി കിളിയടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ മിങ്കുമോനെ, നീ ഇവിടെയോ? എന്തുണ്ട് വിശേഷം? ലാലി, നിങ്ങൾക്ക് ഇവനെ അറിയാമോ? ഇവനെ ഇപ്പൊ ഏത് പക്ഷികൾക്കാ അറിയില്ലാത്തത്? നീ കാട്ടിലെ തേങ്ങാ വീടുകൾ കണ്ടിരുന്നോ? കാട് മുഴുവൻ ഇപ്പൊ തേങ്ങാ വീട് കൊണ്ട് നിറഞ്ഞു. ആ, കണ്ടിട്ടുണ്ട്. ആ വീട് മുഴുവൻ ഉണ്ടാക്കിയത് ആരാ? ദാ ഇവൻ. പണ്ടത്തെ കിളിക്കൂടൊക്കെ പെട്ടെന്ന് തകർന്നു പോവില്ലേ? കുഞ്ഞു കുഞ്ഞു പക്ഷികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നത്. ആ ബുദ്ധിമുട്ടൊക്കെ കണ്ടാണ് ഈ കുഞ്ഞ് കരുത്തുള്ള തേങ്ങയുടെ വീടുകൾ ഉണ്ടാക്കിയത്. അതിലിപ്പോ എല്ലാ പക്ഷികളും സുഖമായിട്ട് ജീവിക്കണു. ചില പക്ഷികളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ എന്താ, അവൻ അവർക്ക് ഫ്രീ ആയിട്ട് വീട് കൊടുത്തു. ദൈവം ഇവന് എല്ലാ സന്തോഷങ്ങളും കൊടുക്കട്ടെ. പിങ്കിയുടെ അച്ഛൻ ഇത് കേട്ടതോടെ അത്ഭുതത്തോടെ മിങ്കുനെ നോക്കാൻ തുടങ്ങി. അച്ഛൻ ഇതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നീ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കരുതി, പക്ഷെ നീ സാധിച്ചു കാണിച്ചു തന്നു. എനിക്ക് സന്തോഷമായി മോനെ. അതെ അച്ഛാ, എനിക്കും പിങ്കുവിനും താമസിക്കാൻ വേണ്ടി 4 നാളികേരം കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്കും പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങളുടെ കുട്ടികൾക്കും പ്രശ്നം ഉണ്ടാവില്ല. നീയും പിങ്കുവായിട്ടുള്ള കല്യാണം നാളെ തന്നെ ഞാൻ നടത്തിത്തരാം. ഇത് കേട്ട് പിങ്കിക്കും മിങ്കുവിനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ അടുത്ത ദിവസം അവരെ കല്യാണം കഴിപ്പിച്ചു. അതിനുശേഷം പിങ്കിയും മിങ്കും ഒരുമിച്ച് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.